സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾ ഭീതി വിതയ്ക്കുകയാണ്, അക്രമം അഴിച്ചുവിടുകയാണ്. തലസ്ഥാനത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരത്ത് മകനെയും അച്ഛനെയും നടു റോഡിൽ വെച്ച് ക്രൂരമായി തല്ലിച്ചതച്ച സംഭവം. +2 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ഗുണ്ടാ സംഘം ചവിട്ടി. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. കുട്ടന്റെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതാണ് പ്രകോപന കാരണം. 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതെ നിന്ന്, അല്ല നമ്മൾ ബൈക്കിലായിരുന്നു, പിന്നെ ഹോൺ അടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്താടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലാടാന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണ. മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നത് കണ്ടത്. അപ്പോൾ ആൾക്കാർ ഓടി വരുന്നതുകൊണ്ട് ഇവർ ഇടിച്ച അയാൾ ഓടയും, മറ്റേ ഈ തകരപ്പറമ്പ് കൂട്ടെന്ന് പറഞ്ഞാൽ ആ ഗുണ്ട അവിടെ നിന്ന് ഷോ കാണിച്ച് അതുവഴി ശ്രീകണ്ഠേശ്വരം കോവിൽ വഴി നടന്നു പോകരുത്. എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച്. 2 പേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. 2 പേരും കൂടെ ചേർത്ത് എൻ്റെ ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റാൾ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. നേരത്തെ കണ്ടിട്ടുണ്ടോ മോനി? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്ന. ഇയാള് എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി മീൻസ് അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ലേ, അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പോൾ എന്നോട് ചോദിക്കുവാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. കാരണം ഒരു കുടുംബത്തിന് നേരെ ഗുണ്ടാ സംഘത്തിൻ്റെ ആക്രമണം, അതും അവരുടെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിൻ്റെ പേരിൽ ഒരു +2 വിദ്യാർത്ഥിയെയും അച്ഛനെയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന സംഭവം. ഇതെപ്പോഴായിരുന്നു? ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ 17-കാരൻ്റെ അമ്മ വലിയ പരിഭവം പങ്കുവെക്കുന്നുണ്ട്. കാരണം പോലീസിൻ്റെ മുന്നിൽ പരാതിയുമായി പോയപ്പോൾ വേണ്ട രീതിയിലൊരു നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ടോ അവർക്ക്? തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 മണിയോട് കൂടിയായിരുന്നു സംഭവം. തിരുവനന്തപുരം കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് സമീപമാണ് ഈ കുട്ടിയെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് +2 ഇപ്പോൾ ജയിച്ച +1 കഴിഞ്ഞ് +2 എത്തിയ കുട്ടിയാണ്. ട്യൂഷന് കൊണ്ടുപോയി മടങ്ങി വരും വഴിയാണ് ഈ കുടുംബത്തിന് ഈ ദുരനുഭവം ഉണ്ടായത്. 2 കാറുകൾ, ഒരു ചെറിയ റോഡാണ് അവിടെ 2 കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ബൈക്ക് കടന്നു പോകാൻ വഴിയില്ല. ഹോൺ അടിച്ചതാണ് ഈ ഗുണ്ടകളെ പ്രകോപിപ്പിച്ചത്. എനിക്ക് എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കാൻ കഴിയില്ലടാന്ന് ചോദിച്ചുകൊണ്ട് കുട്ടനൊപ്പമുള്ള അയാളുടെ പേര് സതീഷ് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. ആ പേരിലേക്ക് തന്നെ കുറച്ചുകൂടി സ്ഥിരീകരണം വേണ്ടി വരും. ഏതായാലും അയാളാണ് ആദ്യം ഈ അക്രമം തുടങ്ങിയത്. ഈ കുട്ടിയുടെ അച്ഛനെ രാജേഷിനെ, BSNL ജീവനക്കാരനാണ് അദ്ദേഹത്തെ മൃഗീയമായി മർദ്ദിച്ചു. വാഹനത്തിൽ നിന്ന് അദ്ദേഹം വീഴുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുട്ടിയുടെ കാര്യം കുട്ടിയെ മർദ്ദിക്കില്ല എന്ന് കരുതിയാകാം അദ്ദേഹം അവിടെ നിന്ന് ഓടി അടുത്തൊരു കടയിൽ കയറി അഭയം തേടി. അവിടെ നിന്ന് ആളുകളെ വിളിച്ചു കൂട്ടി. അവർ തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത് കുട്ടിയെ കൂടി മൃഗീയമായി മർദ്ദിച്ചു, നിലത്തിട്ട് ചവിട്ടുന്നു. ആ ദൃശ്യങ്ങളാണ് അയാൾ കണ്ടത്. പിന്നീട് നാട്ടുകാർ വന്നപ്പോൾ ഈ ഗുണ്ടകൾ പേടിച്ച് ഭയന്നൊന്നും പോയില്ല. അവർ വളരെ കൂളായി അവിടെ നിന്ന് നടന്നു പോകുന്നു തന്നെ അവർ പറഞ്ഞു. പിന്നീട് അവിടെ കുറച്ച് ബഹളമൊക്കെ ഇവർ ഉണ്ടാക്കി. ശ്രീകണ്ഠേശ്വരം ഭാഗത്തേക്ക് പോകും. ശ്രീകണ്ഠേശ്വരം അമ്പലത്തിന് തൊട്ട് മുന്നിലാണ് ഈ കുട്ടിയുടെ സ്ഥലം. ഇവരുടെ വീട് അവിടെയാണ്, ഫ്ലാറ്റ് അവിടെയാണ്. അവിടെ തന്നെയാണ് ഈ തകരപ്പറമ്പ് കുട്ടൻ്റെയും മറ്റും വിഹാര കേന്ദ്രവും. നേരത്തെയും നിരവധി കേസുകൾ പ്രതിയായ ആളാണ് കുട്ടൻ. കഴിഞ്ഞ കുറേ നാളുകളെ ഇയാളുടെ പേര് അങ്ങനെയൊന്നും കേൾക്കാറില്ലായിരുന്നു. പക്ഷേ മൃഗീയമായി തന്നെ മർദ്ദിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം അവിടെ വലിയൊരു സീനുണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തിയാണ് ഈ ഗുണ്ടകൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ തന്നെ പോലീസ് എത്തിയിരുന്നു. പക്ഷേ
ഗുണ്ടകളെ പിടിക്കാൻ പോലീസ് ശ്രമിച്ചില്ല. അതിന് പകരം ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം ഇന്ന് രാവിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയുടെ അമ്മയെ കവിതയെ വിളിച്ച് ചോദിച്ചത് നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്നുള്ളതാണ്. അവർ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. ഈ പോലീസ്, നമ്മൾ ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിലൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടും അവർ ഈ പരാതി പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചത് എന്ന് ഈ അമ്മയും അവരുടെ ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. അന്ന് പോലീസുകാർ നൽകിയ മറുപടി, അങ്ങനെ പോലീസ് ഒരിക്കലും അങ്ങനെ പറയില്ല, ആരാണ് എന്ന് പരിശോധിക്കാമെന്നൊരു മറുപടിയിൽ അവർ ഒതുക്കുകയായിരുന്നു. ഏതായാലും 2 ഗുണ്ടകൾ അതിക്രൂരമായി ഒരു +2 വിദ്യാർത്ഥിയും അതുപോലെ അച്ഛനെയും മർദ്ദിച്ചിട്ടും പ്രതികളിലേക്ക് എത്താൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ ഇപ്പോൾ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമാണ്. ഇത്രയധികം സമയം കിട്ടിയാൽ ഏത് പ്രതിക്കും, പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കൊക്കെ ഒളിവിൽ പോകാനും പോലീസിനെ വെട്ടിക്കാനും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അവർ ആ രീതിയിൽ ഈ ഘട്ടത്തിൽ മാറിക്കാണണം. ഏതായാലും ഇന്നലെ രാത്രി 8:30 സംഭവിച്ചിട്ട് ഇത്രയും സമയം പോലീസ് മിണ്ടാതിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് 8 ഉൾപ്പെടെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനു ശേഷമാണ് ഈ പോലീസ് വീട്ടിലേക്കെങ്കിലും എത്തിയത്. പരാതി ഉണ്ടോ എന്ന് വിളിച്ചന്വേഷിച്ച് എത്ര മര്യാദയോടെയാണ് പോലീസ് ഇടപെട്ടതെന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമാകാം. മര്യാദയുടെ അങ്ങേയറ്റം എന്നതിന് പറയണം. അങ്ങനെ ഇടപെട്ടവർ വന്നതാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് മേധാവിയും ഓഫീസും ഈ വാർത്തയിൽ ഇടപെട്ടിട്ടുണ്ട്. വഞ്ചൂർ പോലീസിനോട് അന്വേഷണം വേഗത്തിലാക്കാനും പ്രതികളെ കണ്ടെത്താനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാം അരുൺ, ഇപ്പോൾ ഈ ലഹരി മാഫിയെ പൂട്ടാൻ ഓപ്പറേഷൻ തൂഫാനുമായി പുതിയ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നു. സംസ്ഥാന വ്യാപകമായ റെയ്ഡും പരിശോധനകളുമുണ്ട്. അതിനേക്കാൾ അപകടകാരികൾ ഈ ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾ തന്നെയാണ്. മുൻപ് ഗുണ്ട ആക്ട് നടപ്പാക്കിയുള്ള സംസ്ഥാനം കൂടിയാണ്. പക്ഷെ അവിടെയാണ്, പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിൽ, ഇത്രയും പോലീസിൻ്റെ സുരക്ഷയും നിരീക്ഷണങ്ങളൊക്കെ ഉള്ള തലസ്ഥാന നഗരത്തിലാണ് ഇങ്ങനെ ഗുണ്ടകളുടെ തേർവാഴ്ച നടക്കുന്നത്. ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നടപടിയും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കേണ്ടതല്ലേ? മാത്രമല്ല, ഇങ്ങനെ ഒരു പോലീസുകാരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമല്ലേ? തീർച്ചയായിട്ടും അത് ഉണ്ടാകേണ്ടതാണ്. ഇന്നലെ തലസ്ഥാനത്തെ ഗുണ്ടകൾക്കൊരു പ്രത്യേക ദിവസമായിരുന്നു. കാരണം ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷൻ ഓഫീസിൽ നഗരസഭയുടെ കീഴിലുള്ള പാർക്കിംഗ് സ്ലോട്ട് ഏരിയകളുണ്ട്. അവിടുത്തെ ടെൻഡറായിരുന്നു ഇന്നലെ. അവിടെ തലസ്ഥാനത്തെ പ്രദേശത്തെ മാത്രമല്ല, നഗരപ്രാന്തങ്ങളിലെയും റൂറൽ ഏരിയകളിലെയും ഒക്കെ ഏതാണ്ട് എല്ലാ ഗുണ്ടാ സംഘങ്ങളും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പാർക്കിംഗ് കൊട്ടേഷൻ പിടിക്കുക ഗുണ്ടകളാണ്. അവിടെ ഈ കുട്ടൻ ഉൾപ്പെടെയുള്ള, അയാൾക്കൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ നഗരസഭയിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് ലഭിച്ച വിവരം, ഗുണ്ടകൾ ഒരുമിച്ച് നിൽക്കുന്നു. അല്ലാതെ സാധാരണക്കാരായ ആളുകളുമൊക്കെ, ഈ ഗുണ്ടാ സംവിധാനം ഇല്ലാത്ത ആളുകളുമൊക്കെ ടെൻഡർ പിടിക്കാൻ വന്നു. അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഓടിക്കാൻ വലിയൊരു ഗുണ്ടാ സംഘം ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയ വഴിയാണ് ഈ ഗുണ്ടകൾ ഇങ്ങനെ ഈ കുട്ടനും ഒപ്പമുള്ള ആളുമൊക്കെ ഈ കുടുംബത്തെ ആക്രമിച്ചത്. ഇന്നലെ മറ്റൊരു ബാറിലും ഇവർ എത്തി ബഹളമുണ്ടാക്കിയതായി ഇപ്പോൾ പരാതി വരുന്നുണ്ട്. ബാറുടമ അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു. പോലീസ് കേസെടുക്കുന്നതിൽ നിന്ന് പിൻവലി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഗുണ്ടകൾ ഈ പാർക്കിംഗ് കൊട്ടേഷൻ പിടിക്കാനായി നഗരത്തിലെ ഏതാണ്ട് എല്ലാ ഗുണ്ടകളും അവിടെ ഒത്തുചേർന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. പോലീസിൻ്റെ മൂക്കിൻ തുമ്പിലാണ്, BCM പോലീസ് സ്റ്റേഷന് സമീപമാണ് ഈ നഗരസഭ ഓഫീസ്. ആർക്കാണ് ടെൻഡർ കിട്ടിയ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഗുണ്ടകളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും ഇത്തരം ടെൻഡറുകളാണ്. കോർപ്പറേഷൻ്റെ വിവിധ പാർക്കിംഗ് സ്ലോട്ടുകൾ, അത് പാളയം, അതുപോലെ ഈസ്റ്റ് ഫോർട്ട്, ഗാന്ധി പാർക്കിന് സമീപം, അതുപോലെ തമ്പാനൂരിലൊക്കെയുള്ള പാർക്കിംഗ് സ്ലോട്ടുകൾ, പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഈ കൊട്ടേഷൻ എടുക്കുന്ന മറ്റു പല പേരുകളിലുമായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ഇവരുടെ ഒരു മേൽനോട്ടമുണ്ട്. ഇവരുടെ ലാഭം പോകുന്നതൊക്കെ അവരിലേക്ക് തന്നെയാണ്. അതിനുവേണ്ടി ഇന്നലെ ഇവർ സംഘടിച്ചിരുന്നു എന്ന വിവരം പോലീസിൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്നുമുണ്ട്. ഏതായാലും അവിടെ പോയിട്ട് വന്ന വഴിയാണ് ഈ കുടുംബത്തിനൊരു ആക്രമണം ഉണ്ടായത്. തീർത്തും അപരിചിതമായ ഒരു സാഹചര്യത്തിൽ ആ കുടുംബം പെട്ടുപോവുകയായിരുന്നു. തീർച്ചയായും അങ്ങനെ ഒരു ഗുണ്ടകളുടെ ഒരു സംഗമം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല എന്നതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഗുണ്ടകളുടെ തേർവാഴ്ച കാണുന്നുണ്ട്. ഗുണ്ട കുടിപ്പക, അതേ തുടർന്നുള്ള ആക്രമണവും കൊലപാതകവും ഒക്കെ തലസ്ഥാന നഗരത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ വലിയ അപകടത്തിലേക്ക് പോകാം. ശക്തമായ നടപടി അവർക്കെതിരെ ആവശ്യമല്ല. ഇത് ഒരുപക്ഷെ ആഭ്യന്തര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയം കൂടിയാണ്.
തീർച്ചയായിട്ടും ഇത് ഈ തൂഫാനുമായി ലഹരിക്കെതിരെ ആഭ്യന്തര വകുപ്പ് ഇറങ്ങി വളരെ വളരെ നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഈ ഗുണ്ടകൾ ഇപ്പോഴും ഉണ്ട്. അത് ഒരുപക്ഷെ നേരത്തെയുള്ള ആ രീതിയിലുള്ളൊരു അവരുടെ ഒരു ഇടപെടലായിരിക്കില്ല. മറ്റു പല മേഖലകളിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അവിടെ പോലീസിൻ്റെ ശ്രദ്ധ തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ ഈ കുടുംബത്തിൻ്റെ അനുഭവം തന്നെ ഒരു കാരണവശാലും അവർ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഈ 17 വയസ്സ് മാത്രമുള്ള ഈ കുട്ടിയെ ഇങ്ങനെ മർദ്ദിക്കാൻ തയ്യാറായില്ലെങ്കിൽ എത്രത്തോളം ക്രൂര മനസ്സുള്ളവരായിരിക്കാം അവർ. ഈ അച്ഛനെ മർദ്ദിക്കുന്ന ഒരു ഹോൺ അടിച്ച് വണ്ടി മാറ്റാൻ ഒരുപക്ഷെ ഇനി എക്സ്ട്രീമിൽ നമുക്ക് പറഞ്ഞാൽ വണ്ടി മാറ്റണ്ട എന്ന് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കാണണം. അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പറയുന്ന ഒരാളാണെന്ന് പോലും നമുക്ക് കരുതാൻ വയ്യ. അത്രയധികം ഭയന്ന് വിറച്ച് ഇരിക്കുകയാണ് കുടുംബം. ആ അമ്മ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കൈകൊണ്ട് പോലും ഒന്ന് ഉപദ്രവിച്ചിട്ടാത്ത മകനാണ്. ആ മകനെയാണ് ഇത്തരത്തിൽ 2 ഗുണ്ടകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ചത്. ആ അമ്മയോടാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത്, നിങ്ങൾക്ക് കേസുണ്ടോ, പരാതിയെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തെയാണ് ആ കുടുംബം ഒരുപക്ഷെ ഇപ്പോഴും അവർ കേസുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പറയുന്നു. പക്ഷേ നമുക്കറിയാം പോലീസിൻ്റെ സർക്കാരിൻ്റെ സംവിധാനം പൂർണ്ണമായി അവർക്ക് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പോലും കഴിയില്ല. അത്രയധികം സ്വാധീനമുള്ളവരാണ് ഗുണ്ടകൾ. അത്രയധികം കുപ്രസിദ്ധരാണ് ഈ പറയുന്ന ഈ കേസിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ആളുകളൊക്കെ. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണം. ഈ കുടുംബത്തിന് അവർ സാധാരണ സർക്കാർ ജോലി ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഭയമുണ്ടാകും. ഗുണ്ടകളുടെ വലിയൊരു കേന്ദ്രം എപ്പോഴും ഈ തകരപ്പറമ്പ് മേഖലകൾ കേന്ദ്രീകരിച്ച് അവർ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ഈ ഗുണ്ടകൾ അവരുടെ സംവിധാനങ്ങളുണ്ട്. അത് ഒരുപക്ഷെ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ മറവിലായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ആകാം. അങ്ങനെ ഗുണ്ടകൾ ഇവിടെ ഉണ്ട് എന്നത് വസ്തുതയാണ്. അതിനെ എത്രത്തോളം ശക്തമായ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. അതാണ് എന്തായാലും ഈ ഗുണ്ടകളെ അമർച്ച ചെയ്തില്ലെങ്കിൽ അത് കാര്യങ്ങൾ ഒരു പക്ഷേ കൈവിട്ടു പോകും. പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുണ്ടാ നേതാക്കന്മാർ വളർന്നു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.